ഹായ് ഹലോ നമസ്കാരം, നന്ദുവാണ്. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് നീക്കാൻ വളരെ നേരം വൈകി. 7 മണിക്ക് ഇറങ്ങേണ്ട ഞാൻ ഏകദേശം 7:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ നേരം വൈകി ഇറങ്ങിയതുകൊണ്ട് തന്നെ റൂമിൽ എത്തിയപ്പോൾ 7:20 ആണ്. അപ്പോൾ റൂമിൻ്റെ അവിടെ ഒന്നും ആരും കണ്ടില്ല. അപ്പോൾ റൂമിൽ കയറാതെ നേരെ വിട്ടിട്ടോ സൈറ്റിക്ക്. ചെറുമ്പ് സ്കൂളിൻ്റെ അടുത്ത് തന്നെയായിരുന്നു സൈറ്റ് ഉണ്ടായിരുന്നത്. ചെറുമ്പായിരുന്നു സൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ രാത്രി നല്ല മഴ പെയ്തതുകൊണ്ട് തന്നെ ഇന്ന് നല്ല കോട മഞ്ഞ് സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു. ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഇത് ഗേറ്റുള്ള വീടാണ് നമുക്ക് ഇന്ന് വർക്കുള്ള വീട്. 2 ആഴ്ചയായി തുടങ്ങിയിട്ട് ഇവിടെ പണി. ഞാനവിടെ എത്തിയപ്പോൾ ഗഫൂറാക്കിയും ഷാജാക്കി ഉണ്ടായിരുന്നു. ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചെന്നു. അപ്പോൾ നല്ല കോട പറഞ്ഞാൽ നല്ല കോടയായിരുന്നു. അവിടെ പ്രകൃതി കണ്ടാൽ നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ഞാനും ഡ്രസ്സ് മാറ്റി എല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടത്തിലും ഉണ്ടാവില്ലേ കുറച്ച് ലേറ്റ് ആയിട്ട് വരുന്ന ആൾ, ആ അദ്ദേഹമാണ് ഈ ഇദ്ദേഹം. അപ്പോഴത്തേന് ഗഫൂറൊക്കെ ബക്കറ്റ് പൊട്ടിച്ചിട്ട് ഇന്നലത്തെ പെയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തരിച്ച് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടാണ്. ഞാനും അപ്പോഴത്തേന് മൂപ്പരൊപ്പം ചെന്ന് ഒക്കെ റെഡിയാക്കി വിനേശാക്കിയും ഷാജാക്കിയും ഹൈറ്റ് ഇട്ട് സെറ്റ് ചെയ്ത് കമ്പി നമുക്ക് നിൽക്കണം. വീട് പത്ത പണിയുമ്പോൾ കഴിഞ്ഞിരുന്നു. അപ്പോൾ കമ്പി നമുക്ക് നിൽക്കാനുള്ള പരിപാടി ഇന്ന് രാവിലെ തന്നെ. ഇത് ഇന്നലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയാണ്. ടീച്ചറും വാശിയാണ്. അപ്പോൾ അവർ എല്ലാ പണിക്കാർക്കും നല്ല പ്രോട്ടീനായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കണം എന്നുള്ളൊരു വാശി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അവിടുത്തെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഒരു പഴമാണ്, ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു പണിത്തിന്ന്. അപ്പോൾ സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്തിനും കഴിക്കണ്ടേ. അപ്പോൾ അതും കഴിച്ചിട്ടാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പൂസി ലൈറ്റ് വാഷ് എടുത്ത് അടിച്ച് മിന്നുക. ഒരു ചെറിയ ലൈറ്റ് ഫോൺ ഇടുക, അടിച്ച് മിന്നുക. അതന്നെ. അതൊക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇടയ്ക്ക് അവർ വിളിക്കും. അപ്പോൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മഴക്കാർ വരിക പോവുക, അപ്പോൾ ഒന്ന് എടുത്തേക്കും, പിന്നെ ഇറങ്ങും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും കുഴപ്പമുണ്ടെന്നില്ല. വെയിലായാലോ പെരും വെയിലായിരുന്നു. വൈറ്റ് വാഷിൻ്റെ പകുതി എത്തിയപ്പോൾ പിന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും ഗൈസ്, പിന്നെ ഈ ബാക്കിൽ പോകുന്ന കോയില്ലേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, നാട്ടിലുള്ളതാണ്. അതിൻ്റെ സൗണ്ട് എല്ലാത്തിനും തോണ്ടാണ്. അപ്പോൾ അത് വെടി എന്നൊക്കെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ അന്നൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ കോഴി പോകേണ്ടേയിരിക്കും എല്ലാ വീഡിയോയിലും. ഒന്നെങ്കിൽ കോഴി അല്ലെങ്കിൽ കാക്ക, അത് നിർബന്ധമാണ്. അതൊക്കെ വിട്ടൊക്കെ നിങ്ങൾ പണി ശ്രദ്ധിക്കില്ല, ഞാൻ പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യും. ഒരു 12:45 12:50 ഫുഡ് ഏൽപ്പിക്കലാണ് പുറത്തുനിന്ന്. അപ്പോൾ അതിനത് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് രാത്രി ഒരു 1:10 ഞങ്ങളെല്ലാവരും പിന്നെയും വർക്കിന് ഇറങ്ങിയിട്ടാണ്. അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 2 മണിക്കൂറും കൂടി പിന്നെ പണി ഉണ്ടാവുള്ളൂ. 3 3:15 ആകുമ്പോഴത്തേന് വർക്ക് നിർത്തും. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഒരു 3:15 ആകുമ്പോൾ എല്ലാവരും കൈയും കാലും കഴുകിയിട്ടാണ്. അപ്പോൾ ഞാൻ നാളെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ ഒരുപാട് ചെടികളുണ്ട്. ഒരുപാട് ചെടികളുണ്ട്. പേരൊന്നും എനിക്ക് അറിയില്ല. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിന് കുറേ തന്നെ ഇവർ അതിനായിട്ട് സെപ്പറേറ്റ് പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് ഇവർ 2 ആൾ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. എല്ലാ കാര്യങ്ങളും അവർ നോക്കുന്നുണ്ട്. പ്രായമായവരാണ്. അപ്പം നമുക്ക് ഇവർക്ക് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചെടി മാറ്റുകയാണെങ്കിൽ നല്ല കെയർഫുള്ളായിട്ട് മാറ്റണം, പൊട്ടരുത്. അങ്ങനെയൊക്കെയാണ് നമ്മളോട് എപ്പോഴും പറയാനുള്ളത്. വെറൈറ്റി, ഫുള്ള് വെറൈറ്റി. കുറച്ച് വൃത്തികളും കാര്യങ്ങളൊക്കെ കണ്ടത് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചതൊക്കെയാണ്. നമ്മളതിനൊരു തയ്യ വെച്ചാലും കൂടി നോക്കട്ടെ എന്ന് പറയും. എന്നാലും നമ്മൾ എടുത്ത് പോരലൊക്കെ ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം. ഒരുപാട് രസമുള്ള ചെടികളുണ്ടായിരുന്നു. ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഒക്കെ ഇനി പെയിൻ്റ് അടിച്ച് മൊത്തം കഴിഞ്ഞിട്ട് വേണം ഒന്ന് റെഡിയാക്കി വെച്ച് പോകാൻ. അങ്ങനെ അവർ കൈകാലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നിൽക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ എടുത്തതാണ് ഇപ്പോൾ ഈ വീഡിയോസ്. പിന്നെ അതിൻ്റെ ഒരു ABCD ചെടീനെ കുറിച്ചൊന്നും ഒരു ABCDക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. വീട്ടിൽ നിന്ന് എപ്പോഴും വാങ്ങണം, പുറത്തുനിന്ന് വാങ്ങണം എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടലാണ്. ഒരുപാട് രസമുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ആ ഗ്യാപ്പിലാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്തത്. ഇനി നേരെ ഒരു വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. 3 3:15 എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി സെറ്റ് ചെയ്ത് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ ഒന്ന് പണിയെടുക്കാൻ ഭയങ്കര രസമാട്ടോ. ഒരു പോസിറ്റീവ് എനർജി തന്നെ ആയിരിക്കും നമുക്ക്. രാവിലെയും വൈകുന്നേരം വരെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ.